പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർക്കെതിരെ ഭീഷണി തുടർന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി. ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ആക്രമിക്കുമെന്നായിരുന്നു വില്ലേജ് ഓഫീസർ ജോസഫിനെ ഏരിയ സെക്രട്ടറി സഞ്ജു ഭീഷണിപ്പെടുത്തിയത്. അതിൽ ഖേദമില്ലെന്നാണ് സഞ്ജു ആവർത്തിക്കുന്നത്. അതേസമയം ഭീഷണിക്ക് പിന്നാലെ വില്ലേജ് ഓഫീസർ ജോസഫ് അവധിയിൽ പ്രവേശിച്ചു. 26-ാം തീയതി ഉച്ചയ്ക്ക് എന്നെ വിളിച്ച കാര്യം കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് അടയ്ക്കാമെന്ന് പറയാൻ പോലും എന്നോട് സമ്മതിക്കാതെ പ്രകോപനപരമായ നിലയിൽ ഒരു 4 മിനിറ്റ് സമയം എന്നോട് സംസാരിച്ചു. നമ്മളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ തിരിച്ച് മറുപടി പറയുന്നു വരും. പക്ഷേ 4 മിനിറ്റിൽ 3.5 മിനിറ്റിലധികം സമയം അദ്ദേഹം തന്നെയാണ് സംസാരിച്ചത്. നികുതി നാളെ അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അയക്ക് നികുതി അടപ്പിക്കലല്ല ലക്ഷ്യം. കരുതി കൂട്ടിക്കൊണ്ട് ആ ഒരു ഫോൺ സംഭാഷണം ചോർത്തിക്കൊണ്ട് ആ ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരായി എന്നെ കരിവാരി തേക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായ ഫോൺ സംഭാഷണമാണ്. 9,000 രൂപ അടയ്ക്കുന്നതിന് വേണ്ടി ഈ കോലാഹലം കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളിത് ഓർത്തിരിക്കുമല്ലോ, മറന്നുപോയി അടയ്ക്കാൻ. അദ്ദേഹം എന്നെ പ്രകോപിപ്പിച്ചു. ആ പ്രകോപനത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന് അത് ഖേദമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, 9,000 രൂപയുടെ കാര്യമെന്ന് പറയുമ്പോൾ 2022 മുതൽ 2025 വരെ ഈ വില്ലേജ് ഓഫീസർ അല്ലാതെ മറ്റാരും സഞ്ജുവിനോട് ഈ നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ ഈ ഒരു വിഷയത്തിൽ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MB സഞ്ജു. താൻ നികുതി അടയ്ക്കും എന്ന ഒരു കാര്യം മാത്രമാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിനു മുമ്പ് നിരന്തരമായി നോട്ടീസുകളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതേസമയം നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് അവധിയിൽ പ്രവേശിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് 2 ദിവസത്തെ കാഷ്വൽ ലീവിന് അപേക്ഷ നൽകിയിരുന്നു. അത് ജില്ലാ കളക്ടർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വില്ലേജ് ഓഫീസറായി നാരങ്ങാനത്ത് തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നും ജില്ലാ കളക്ടറെ വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രിയുമായും ഒപ്പം തന്നെ റവന്യൂ സെക്രട്ടറിയുമായും ആലോചിച്ച ശേഷം മാത്രമേ എടുക്കാൻ കഴിയൂ എന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വില്ലേജ് ഓഫീസർ ജോസഫ്. അതേസമയം താൻ നികുതി അടയ്ക്കും, പക്ഷേ തന്നെ പ്രകോപിപ്പിച്ച് അത്തരത്തിലുള്ളൊരു സംഭാഷണത്തിലേക്ക് വില്ലേജ് ഓഫീസർ നയിച്ചു എന്നാണ് CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MB സഞ്ജുവും വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.